അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി സോഡ കൊണ്ടൊരു വെറൈറ്റി ആയാലോ? ബാ പോവാ. അപ്പൊ നമ്മളിവിടെ മിന്നാമിന്നിയുടെ ഒരു ഐസ് പോപ്പ് എടുത്തിട്ടുണ്ട്. നമ്മുടെ മെയിൻ ഐറ്റമായ സോഡ എടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ആ ബോട്ടിൽ ഓപ്പൺ ചെയ്ത് ആ സിപ്പപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ്, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലാസ്റ്റായിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടിയിട്ട് നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കാം. കിഡിലോസ്കി ഐറ്റം. അപ്പൊ ഗൈസ്, ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഫെവിക്കോൾ കയ്യിലാക്കിയിട്ട് അതിൽ ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ അത് ഒട്ടാതെ നമ്മുടെ കയ്യിൽ നിന്ന് റിമൂവ് ആയി പോകുന്നതാണ്. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ അതിനൊരു ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായുള്ള സാധനമാണ് ഉപ്പ്. അത് നമ്മൾ അടുക്കളയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഫെവിക്കോൾ കയ്യിലേക്ക് ഒന്ന് ഒഴിച്ചെടുക്കാം. അപ്പൊ ഫെവിക്കോൾ നമ്മുടെ കയ്യിലാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി ഉപ്പിട്ട് കൊടുക്കാം. അപ്പൊ ഗൈസ്, വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഗൈസ്, ഒട്ടും ചെയ്ത പശയും കാര്യങ്ങളും നമ്മുടെ കയ്യിൽ നിന്ന് റിമൂവ് ആയി പോയിട്ടുണ്ട്. അപ്പൊ ഗൈസ്, ഈ വീഡിയോ ഫേക്ക് അല്ല, റിയൽ ആണ്. അപ്പൊ ഇതുപോലത്തെ ഉടായ്പ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. ഒരു പണിയില്ലാതെ തൊടിയിലൂടെ നടന്നുകൊണ്ടിരിക്കുക ഞാൻ. അപ്പോഴാണ് പെട്ടെന്നൊരു സാധനം കണ്ട്. എന്താണെന്ന് നോക്കിയപ്പോൾ അതൊരു പെപ്സിയാണ് ഗൈസ്. അപ്പോൾ ഈ പെപ്സി കൊണ്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് ഈ വീഡിയോ ഓർമ്മ വന്നത്. കോടയിൽ നാരങ്ങ 24 മണിക്കൂർ ഇതേപോലെ ഇട്ട് വയ്ക്കാൻ റബ്ബറായി കിട്ടുമെന്ന്. അപ്പോൾ നമ്മൾ അതിനായിട്ട് നാരങ്ങ എടുത്തിട്ടുണ്ട്. ശേഷം ഒരു ഗ്ലാസ് ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നാരങ്ങ ഇട്ട ശേഷം നമുക്ക് പെപ്സി വെച്ച് കൊടുക്കാം. അപ്പോൾ ഗൈസ്, വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് 24 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്ന് നോക്കാം. 24 hours later. അപ്പോൾ ഗൈസ്, നമ്മൾ 24 മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് നോക്കിയപ്പോൾ ഇത് ഞെങ്ങുന്നില്ല ഗൈസ്. അപ്പോൾ ആ ഒരു വീഡിയോ ഫേക്ക് ആണ്. Let's try it. അപ്പൊ നമ്മളുടെ പാത്രത്തിൽ കിഴങ്ങ് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പെപ്സി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഗൈസ്, വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ അതിലേക്ക് പെപ്സി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഗൈസ്, നമ്മൾ ഈ ചാർജർ കുത്തിയ ശേഷം അത് ഫോണിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഫോണിൽ ചാർജ് കയറും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതൊന്ന് നോക്കാം. ഗൈസ്, ഇറ്റ്സ് ഫേക്ക്. പറ്റിച്ചോ നമ്മളെ? ഒരു പണിയും തുറയില്ലാതെ വീട്ടിലിരുന്ന് യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക ഞാൻ. അപ്പോഴാണ് യൂട്യൂബിൽ ഞാൻ ഈ വീഡിയോ കാണുന്നത്. ഒരു ഐസ് ക്യൂബിന്റെ മുകളിൽ കുറച്ച് നാരങ്ങ നീരാക്കിയിട്ട് അത് വായിച്ചിട്ട് ഊതുമ്പോൾ പുക വരുന്നു. ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ അതിനായിട്ടൊരു നാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമായ ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട്. ശേഷം ഗൈസ്, ഈ നാരങ്ങ നീര് ഐസിലാക്കിയിട്ട് വായിലിടുമ്പോൾ പുക വരുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്കിത് വായിലിട്ടൊന്ന് ഊതി നോക്കാം. പുകയല്ല ഗൈസ്, തീയാണ് വന്ന്. അതിലുണ്ടായിരുന്ന പെപ്സി കൊണ്ട് ഒരു വെറൈറ്റി ചെയ്താലെന്ന് ആലോചിച്ചിരിക്കുന്നു. അപ്പോഴാണ് എനിക്ക് ഈ വീഡിയോ ഓർമ്മ വന്നത്. കൊക്കക്കോളയിൽ ഉപ്പിട്ടുണ്ടെങ്കിൽ ആ കോള മൊത്തം പൊന്തി പുറത്തോട്ട് വരുമെന്ന്. ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഗൈസ്, നമ്മൾ അതിനായിട്ട് ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിനായിട്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. കോളയ്ക്ക് പകരം നമുക്ക് അതിനായിട്ട് പെപ്സി വെച്ച് കൊടുക്കാം. അപ്പൊ ഗൈസ്, വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ഗൈസ്, നമ്മൾ അതിലേക്ക് ഉപ്പിടാൻ പോവാണ്. അപ്പൊ അത് പുറത്തേക്ക് തിളച്ച് വരുന്നുണ്ടോ നോക്കാം. ഇത് തിളച്ച് വരുന്നില്ല ഗൈസ്. നമുക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഗൈസ്, ഇത് ആ വീഡിയോയിൽ പറഞ്ഞ പോലെ പുറത്തോട്ടൊന്നും വരുന്നില്ലല്ലോ. അപ്പൊ ആ ഒരു വീഡിയോ ഫേക്ക് ആണ്.